ഹലോ എവ്രി വൺ, ഇറ്റ്സ് മീ ചന്ദ്രു. ആൻഡ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാറ്ററ്റ് റിസൾട്ട് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പുകളാണ്. ഓക്കെ, അതായത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം കാറ്ററ്റിൻ്റെ റിസൾട്ട് വന്നു. അപ്പോൾ ഇനിയുള്ള ഫർദർ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്, ഇനി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതിനെക്കുറിച്ചുള്ള ഒരു ഷോർട്ട് വീഡിയോ ആണ് ഇത്. ഓക്കെ, ഇപ്പോൾ നമുക്കറിയാം കാറ്ററ്റിൻ്റെ സൈറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കാറ്ററ്റ് ഏപ്രിൽ 2024 റിസൾട്ട് പബ്ലിഷ്ഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് വന്നിട്ടുള്ള ലാസ്റ്റ് അപ്ഡേറ്റും അതാണ്, റിസൾട്ട് പബ്ലിഷ് ചെയ്തതിൻ്റെ. ഓക്കെ, അപ്പോൾ റിസൾട്ട് വന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് അതിൽ നിന്ന് ആ പ്രിൻ്റ് ഔട്ട് എടുത്ത് വയ്ക്കാം. അത് അത്യാവശ്യമാണ്, അപ്പോൾ എടുത്ത് വെച്ചോളുക ആ മാർക്ക് ലിസ്റ്റിൻ്റെ പ്രിൻ്റ് ഔട്ട്. ഓക്കെ, ഇനിയുള്ള കാര്യം എന്ന് പറയുന്നത് കാറ്ററ്റിൻ്റെ വെരിഫിക്കേഷനാണ്. കാറ്ററ്റ് വെരിഫിക്കേഷൻ നമുക്കറിയാം ഒരു മാസത്തിനുള്ളിൽ അത് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ ഓണം വെക്കേഷനൊക്കെ വരുന്നതുകൊണ്ട് ഏകദേശം ഒക്ടോബറോടുകൂടി വെരിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഇനി ചെയ്യേണ്ടത്? അപ്പോൾ ഇതുവരെയുള്ള ഡീറ്റെയിൽസ് നമുക്ക് എന്താണ് കാറ്ററ്റിൻ്റെ ഒഫീഷ്യൽ ഈ സൈറ്റിലൂടെ നമുക്ക് കിട്ടുമായിരുന്നു. പക്ഷേ ഇനിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് സൈറ്റിലൂടെ കിട്ടില്ല. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് കാറ്ററ്റിൻ്റെ വെരിഫിക്കേഷൻ ഫസ്റ്റ് നമ്മുടെ അടുത്തെത്തുന്ന ഒരു ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: കാറ്ററ്റിൻ്റെ വെരിഫിക്കേഷനെ കുറിച്ച് എങ്ങനെ അറിയാം? നിങ്ങൾ ഇതിനു മുമ്പ് എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഐഡിയ കാണും. കാറ്ററ്റിൻ്റെ വെരിഫിക്കേഷനെ കുറിച്ച് നമ്മൾ അറിയുന്നത് ന്യൂസ് പേപ്പറിലൂടെയൊക്കെയാണ് കൂടുതലായിട്ടും. ഓക്കെ, അതായത് ന്യൂസ് പേപ്പറിൽ സെക്കൻഡ് പേജിലൊക്കെ ആയിട്ട് കാറ്ററ്റ് വെരിഫിക്കേഷൻ ആരംഭിച്ചു എന്ന് പറഞ്ഞ് ഓരോ DO നിന്നും ആ ഒരു അപ്ഡേറ്റ് കൊടുക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ ആ DO ചെന്നിട്ട് വെരിഫിക്കേഷൻ്റെ സ്റ്റെപ്സ് പൂർത്തിയാക്കണം. ഓക്കെ, അതിന് ശേഷം വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വരും. അതിന് കുറച്ചുകൂടി താമസമുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ വെരിഫിക്കേഷൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ, വെരിഫിക്കേഷൻ സമയത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ തെളിയിക്കുന്ന പ്രൂഫ്, അതായത് നിങ്ങൾ ഏതൊക്കെ ക്വാളിഫിക്കേഷൻ, അതിപ്പം SLC +1 +2, അതുപോലെ തന്നെ നിങ്ങൾ ഡിഗ്രി ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, ഇനിയിപ്പം കാറ്റഗറി 3 ഒക്കെ വരുമ്പോൾ BEd അല്ലെങ്കിൽ DLEd. ഓക്കെ, അങ്ങനെയുള്ള നിങ്ങളുടെ ഏത് ക്വാളിഫിക്കേഷൻ ഒക്കെ വെച്ചിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ളത്, അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് പ്രൂഫായിട്ട് ഹാജരാക്കേണ്ടി വരും. ഓക്കെ, അത് നിങ്ങളുടെ എക്സാം ഇതുപോലെ ഇരിക്കും. ഇപ്പോൾ കാറ്റഗറി 4 ഹിന്ദി ആണെങ്കിൽ ഡിഗ്രിയുടെ ഇത് മതിയാവും. ഓക്കെ, പിന്നെ ഉള്ളത് നിങ്ങളുടെ കാറ്റഗറി, അതായത് നിങ്ങളിപ്പം OBC കാറ്റഗറിയിൽ വെച്ചിട്ടാണ് നിങ്ങൾ ആ റിസർവേഷനിലൂടെയാണ് ക്വാളിഫൈ ചെയ്തതെങ്കിൽ ഒരു പക്ഷേ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വരും. ഓക്കെ, അത് ശ്രദ്ധിക്കുക. പിന്നെയുള്ള കാര്യം എന്ന് പറയുന്നത് ഹോൾ ടിക്കറ്റിൻ്റെ കോപ്പി അത് വേണം. ഓക്കെ, ഹോൾ ടിക്കറ്റിൻ്റെ കോപ്പി വേണം. അപ്പോൾ ഈ ഹോൾ ടിക്കറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ സൂക്ഷിച്ച് വയ്ക്കുക. കാരണം ആഫ്റ്റർ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് വരെ ഈ ഹോൾ ടിക്കറ്റ് ആവശ്യമുണ്ട്. അതുകൊണ്ട് അത് കളയാതെ സൂക്ഷിക്കുക. പിന്നെ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പി ആവശ്യമായിട്ട് വരും. ഏകദേശം ഇത്രയൊക്കെ ഡീറ്റെയിൽസ്. പിന്നെ ഒരു ID പ്രൂഫും വേണമായിരിക്കും. ഏകദേശം ഇത്രയൊക്കെയാണ് നിങ്ങൾക്ക് മെയിനായിട്ട് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഇനിയുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇനിയുള്ളത് വെരിഫിക്കേഷൻ്റെ അപ്ഡേറ്റ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് എന്നാന്ന് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. എന്തായാലും ഓണം കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാനാണ് സാധ്യത. സെപ്റ്റംബർ അവസാനം അല്ലെങ്കിൽ ഒക്ടോബർ ആദ്യത്തോടു കൂടി നിങ്ങളുടെ വെരിഫിക്കേഷൻ പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതിങ്ങനെയാണ് അറിയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളുടെയൊക്കെ ഗ്രൂപ്പൊക്കെ ഉണ്ട്, ടെലഗ്രാം ഗ്രൂപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് അറിയാവുന്നവരൊന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അത് മറ്റുള്ളവർക്ക് കൂടി ഹെൽപ്ഫുള്ളാവും. അപ്പോൾ ആ രീതിയിലാണ് വെരിഫിക്കേഷൻ നടക്കാൻ പോകുന്നത്. ഓക്കെ, ഇത്രയും ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ്. തബ് തക് के लिए ओके बाय.